ഏട്ടാ, എന്താ ഏട്ടാ ഇത്രയും കാലം ഒരു കോൾ പോലും ചെയ്യാഞ്ഞത്? ഏട്ടന്റെ നമ്പർ പോലും എന്നോട് പറഞ്ഞില്ലല്ലോ. മോൾക്ക് സുഖമാണോ? സുഖം ഏട്ടാ. ആന്റി, ഇത്രയും കാലം എന്റെ കിച്ചുവിനെ സ്വന്തം മോളെ പോലെ നോക്കിയതിന് നന്ദി. എന്താ മോനെ ഇത്? കിച്ചു എന്റെ മോളെ പോലെ. ഞാൻ വിവാഹം ചെയ്തിരുന്നെങ്കിൽ എനിക്ക് നിങ്ങളെപ്പോലെ 2 കുട്ടികൾ ഉണ്ടായേനെ. അല്ല, നിങ്ങൾ എന്റെ മക്കൾ തന്നെയാ. ഏട്ടാ, ഏട്ടൻ വാ, ഒന്ന് ഫ്രഷ് ആക്ക്. ഹരി, അശ്വിൻ, നീ എങ്ങനെ അറിഞ്ഞു? അത് ഞാൻ ആശിൻ സാറിനോട് പറഞ്ഞത്. നിനക്കൊരു മാറ്റമില്ലല്ലോടാ അശ്വിൻ. നിനക്കും നീ എന്നാലും എന്നോട് പോലും പറയാതെ ആണില്ലോടെ പോയത്. ഒരു കോൾ പോലും നീ ചെയ്തില്ലല്ലോടാ. അതിനു മാത്രം നീ ഈ ഞങ്ങളെയൊക്കെ വെറുത്തോ? അങ്ങനല്ലടാ, എനിക്ക് ഇവിടുന്ന് കുറച്ച് നാൾ മാറി നിൽക്കണമെന്ന് തോന്നി. നീ ഇപ്പൊ ഫ്രീ അല്ലേ? നമുക്ക് എല്ലായിടവും ഒന്ന് ചുറ്റിക്കാണാം. കുറെ ആയില്ലേ ഇങ്ങോട്ട് നീ വന്നിട്ട്. പിന്നെ നിനക്ക് ഇവിടോട്ടാ പാസിംഗ് അല്ലേ? എന്നാ ജോയിൻ ചെയ്യണ്ടേ? 1 വീക്കിനുള്ളിൽ. നീ വാ. ഹലോ ജയ്, എനിക്ക് തന്നെ അത്യാവശ്യമായി കാണണം. എന്താ കിച്ചു കാണണമെന്ന് പറഞ്ഞേ? ഏട്ടൻ നാട്ടിൽ വന്നു. ജയ്, 2 വർഷം മുന്നേ നടന്നതും നമ്മൾ നടത്തിയതും ഈ ഒരു ദിവസത്തിന് വേണ്ടിയല്ലേ? നിന്റെ ഏട്ടൻ ഇപ്പോഴൊന്നും അറിഞ്ഞിട്ടില്ലല്ലോ അല്ലേ? ഇല്ല, ഞാൻ നാളെ തന്നെ ഏട്ടനോടെല്ലാം പറയാൻ പോവാ. ഇനി ഇത് മറച്ചു വെച്ചിട്ട് കാര്യമില്ല. നീ പറ, ബാക്കി ഞാൻ ഏറ്റു. ജയ്, ഇന്ന് ഞാൻ പോവാ. ഏട്ടൻ വന്ന് കാണാം. കിച്ചു നിക്ക്, എന്ന് ഞാൻ അങ്ങോട്ടില്ല. ഹരി വന്നതല്ലേ, ഇത്രയും നാളും നിന്റെ ആന്റിയുടെ കണ്ണ് വെട്ടിച്ചാൽ മതിയായിരുന്നു. ഇനിയിപ്പോ അത് പറ്റുന്നില്ലല്ലോ. വേണ്ട, വരണ്ട. ഓക്കെ, ബൈ ജയ്, നാളെ കാണാം. ബൈ കിച്ചു. കിച്ചു, ഗുഡ് നൈറ്റ്. ഏട്ടാ, എന്താ കിച്ചു? അത് ഏട്ടനോട് എനിക്കൊരു കാര്യം പറയാനുണ്ടായിരുന്നു. പറ കിച്ചു. അത് സഞ്ജനയുടെ കാര്യമാ. സിദ്ധാർത്ഥനെ തന്ന സഞ്ജനയോ? അതെ. ആ കുട്ടിക്ക് എന്ത് പറ്റി? അത് അവൾക്ക് ഈ ഏട്ടനെ ഇഷ്ടമായിരുന്നു. എപ്പോഴും ഇഷ്ടമാ. വാട്ട്? നീ എന്തേ പറയുന്നേ? അതെ ഏട്ടാ, അന്ന് ഏട്ടന് ട്രാൻസ്ഫർ കിട്ടിയതിന്റെ നെക്സ്റ്റ് ഡേ സഞ്ജന എന്നെ കണ്ടിരുന്നു. കൃഷ്ണേന്ദു. എന്താ സഞ്ജന? ഞാനിത് പറയുമ്പോൾ ഞാൻ വെറുതെ പറയുവാന്ന് വിചാരിക്കുമെന്ന് എനിക്കറിയാം. എങ്കിലും പറയുക, എനിക്ക് നിന്റെ ഏട്ടനെ ഇഷ്ടമോ? എനിക്ക് അറിഞ്ഞൂടാ എന്താ എങ്ങനെയെന്ന്. ഞാൻ എൻ്റെ വല്യേട്ടനോട് പറഞ്ഞു. ഏട്ടൻ ഇത് സാറിനോട് സംസാരിക്കാമെന്ന് എന്നോട് പറഞ്ഞതായിരുന്നു. ബട്ട് ഏട്ടൻ അത് പറഞ്ഞില്ല. ഇപ്പം ഞാൻ കേട്ടു തൻ്റെ ഏട്ടൻ പോയിന്ന്. ഞാൻ ഇനി എന്താ ചെയ്യണ്ടേ? സത്യമാണ് സഞ്ജന. എനിക്കറിയാം നീ വിശ്വസിക്കില്ലെന്ന്. ഞാൻ റിവെഞ്ച് തീർക്കാൻ കെട്ടിച്ചമച്ച കഥയാണോന്ന് നീ ചിന്തിക്കുമെന്ന് എനിക്കറിയാം. ഇല്ല സഞ്ജന, എനിക്കറിയാം നീ ഇപ്പം അനുഭവിക്കുന്നത്. നിന്റെ മനസ്സെനിക്കറിയാം. കാരണം ഞാനൊരു പെണ്ണ. ബട്ട് സഞ്ജന, ഏട്ടന് ട്രാൻസ്ഫർ ആയി. ഏട്ടൻ പോയി. നൂറത്തിൽ എവിടെയോ. എനിക്ക് വേറെ ഒന്നും അതിനെക്കുറിച്ച് അറിയില്ല. സഞ്ജന, കരയാതെ. നിന്റെ വിഷമം എനിക്ക് മനസ്സിലാകും. ഇല്ല, നിനക്ക് മനസ്സിലാകില്ല. ഒരാളെ സ്നേഹിക്കുമ്പോഴേ അത് മനസ്സിലാകും. ആർക്കും മനസ്സിലാകില്ല എൻ്റെ വിഷമം. നിന്റെ ചെയ്യട്ടനെ ഈ നെഞ്ചിൽ കൊണ്ട് നടക്കുന്നത് നിനക്കറിയില്ലല്ലോ സഞ്ജന. സഞ്ജന, താനൊന്ന് സമാധാനിക്ക്. എന്നെ വേണ്ട സാറിന് അല്ലേ? നീ എന്തേ പറയുന്നേ? നീ ഏട്ടനോട് ഇത് പറഞ്ഞിട്ടുണ്ടോ? ഇല്ല. പിന്നെ എങ്ങനെ നിനക്ക് പറയാൻ കഴിയും ഏട്ടന് നിന്നെ വേണ്ടാന്ന്? എനിക്ക് പറയാൻ ധൈര്യമില്ല കൃഷ്ണേന്ദു. അതാ ഞാൻ നിന്നോട് വന്ന് പറഞ്ഞ്. വൈകിപ്പോയി സഞ്ജന, ഏട്ടൻ പോയി. സാരമില്ല, എനിക്ക് വിധിച്ചിട്ടില്ലെന്ന് ഞാൻ കരുതിക്കോളാം. സഞ്ജന, 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 തനിക്ക് എന്ത് വന്നാലും ഞാൻ എങ്ങനെയും ഇതിനൊരു സൊല്യൂഷൻ കണ്ടെത്തിയിരിക്കും. നീ എന്തേ പറയുന്നത് കിച്ചു? സഞ്ജന ഹരിയെ ഇഷ്ടമായിരുന്നോ? അതെ, ബട്ട് ഏട്ടൻ പോയി. ഏട്ടനെ വിളിച്ചിട്ട് കിട്ടുന്നില്ല. സാരമില്ല, ഹരി എപ്പോഴേലും വിളിക്കുമല്ലോ. മോളെ സഞ്ജു. എന്താ ഏട്ടാ? മോൾക്ക് വിഷ്ണുവിനെ പറ്റി എന്താ അഭിപ്രായം? വിഷ്ണുവേട്ടനോ? എനിക്ക് മോൾക്ക് ഇഷ്ടമാണെന്ന് ഏട്ടൻ അറിയും. മോൾക്ക് വിഷ്ണുവേട്ടനെ വിവാഹം ചെയ്യാൻ ഇഷ്ടമല്ലേ?
വിവാഹമോ? എന്താ വല്യേട്ടാ ഇത്? എനിക്കറിയാം മോൾക്കും ഇഷ്ടമാണെന്ന്. ഈ വിവാഹം എത്രയും വേഗം ഏട്ടൻ നടത്തണം. ഏട്ടാ, അത് ഞാൻ ഏട്ടനോട് പറഞ്ഞിട്ടില്ലേ എനിക്ക് ഹാരി സാറിനെ ഇഷ്ടമാണ്? മോളെ, ഏട്ടൻ പറയുന്നത് കേക്ക്. മോൾക്ക് അവനെ പറ്റി ശരിക്കും അറിയാത്തത് കൊണ്ട് മോൾ ഏട്ടൻ പറയുന്നത് കേക്ക്. എന്റെ മോൾ ഈ ഏട്ടനെ ഇതുവരെ അനുസരിക്കാതിരുന്നിട്ടുണ്ടോ? ഇതും അനുസരിക്കണം. ഈ ഏട്ടന്റെ മനസ്സ് വേദനിപ്പിക്കരുത് മോൾ. അത് അത് ഏട്ടാ. മോളെ, മോളുടെ നല്ല ഭാവിയെ ഓർത്താ ഏട്ടൻ ഇത് പറയുന്നേ. എന്റെ മോൾക്ക് നല്ലൊരു ജീവിതം കിട്ടിയില്ലേ? ഈ ഏട്ടൻ ജീവിച്ചിരുന്നിട്ട് കാര്യമുണ്ടോ? വല്യേട്ടാ, എന്താ ഇങ്ങനെ? മോളെ, ആ ഹരി എവിടെ പോയി എന്നാ കേട്ടത്. അവൻ ഇനി തിരിച്ചു വരുമോ എന്ന് പോലും അറിയില്ല. വന്നാൽ തന്നെ അവൻ മറ്റൊരു പെൺകുട്ടിയുമായിട്ട് സ്നേഹത്തിലായി അവളെ വിവാഹം കഴിച്ചിട്ട് വരികില്ലെന്ന് എന്താ ഉറപ്പ്? അതുകൊണ്ട് എന്റെ മോളിങ്ങനെ കാത്തിരിക്കുന്ന കാണാൻ ഈ ഏട്ടന് കഴിയുന്നില്ല മോളെ. ഏട്ടാ, ഞാനിപ്പോ എന്താ വേണ്ടേ? മോളെ വിഷ്ണുവിനെ വിവാഹം കഴിക്കണം. അതിന് മോൾ സമ്മതിക്കണം. ഞാൻ അമ്മായിക്ക് വാക്ക് കൊടുത്തതാ. ഇത് നടന്നില്ലേ എന്റെ വാക്ക് പാലിക്കാൻ കഴിയാത്തവനായിട്ട് ഞാൻ പിന്നെ ജീവിക്കില്ല. അയ്യോ ഏട്ടാ, അങ്ങനൊന്നും പറയതേ. എനിക്ക് എനിക്ക് സമ്മതമാ. എനിക്ക് ഇഷ്ടമല്ല വിഷ്ണുവേട്ടനെ. ഞാൻ നമ്മുടെ സഞ്ജുമോളുടെ വിവാഹകാര്യത്തെ കുറിച്ച് ചിന്തിച്ചു. ഒരു പയ്യനെ കണ്ടെത്തി. ആരാ ഏട്ടാ പയ്യൻ? വിഷ്ണു. ഏട്ടാ വിഷ്ണു? വല്ലേട്ടാ. ജയ്, ഇപ്പൊ കഴിക്ക്, പിന്നെ സംസാരിക്കാൻ ബാക്കി. എനിക്ക് മതി. മോളൊന്നും കഴിച്ചില്ലല്ലോ. എനിക്ക് മതി കൊച്ചേട്ടാ, വിശപ്പില്ല. ദേ പാല് കൂടെ കുടിച്ചിട്ട് കിടന്നു. വേണ്ടേട്ടാ. ഏട്ടാ, ഏട്ടന് ശരിക്കും അറിയാവുന്നതല്ലേ വിഷ്ണുവിനെ പറ്റി? എന്നിട്ടും അവനെ കൊണ്ട് നമ്മുടെ മോളെ. ജയ്, അതൊക്കെ പണ്ടത്തെ കാര്യമല്ലേ. ഇപ്പൊ അവൻ അങ്ങനെയൊന്നും അല്ലല്ലോ. അത് ഏട്ടൻ എങ്ങനെ ഉറപ്പ് പറയാൻ പറ്റും? പറയാൻ പറ്റും. അവൻ ഇപ്പോഴും അത്തരത്തിൽ ദുശീലമുണ്ടായിരുന്നിൽ നമ്മുടെ മോളോട് അവൻ ആ രീതിയിൽ പെരുമാറിയേനെ. ഇതുവരെ അങ്ങനെ ഉണ്ടായിട്ടുണ്ടോ? ഒരു വീട്ടിൽ താമസിച്ചിട്ടും അവന്റെ ഭാഗത്ത് നിന്ന് അങ്ങനെ ഉണ്ടായിട്ടുണ്ടോ? ഉണ്ട്. നിനക്ക് അവനോട് ദേഷ്യമുണ്ടെന്ന് പറഞ്ഞ് വെറുതെ ഇല്ലാത്തത് പറയാതെ ജയ്. ഇതില്ലാത്തതല്ലേ ഏട്ടാ. ജയ് മതി. അവൻ അങ്ങനെ ചെയ്യില്ല എന്ന് എനിക്ക് ഉറപ്പുണ്ട്. എന്തായാലും അവനെ കൊണ്ട് തന്നെ എന്റെ മോളെ ഞാൻ വിവാഹം കഴിപ്പിക്കും. ഇത് മഹാദേവൻ തമ്പിയുടെ മകൻ സിദ്ധാർത്ഥിന്റെ വാക്കാ. വെറും വാക്ക് പറയാറില്ല ഈ സിദ്ധാർത്ഥ്. ഏട്ടാ ഏട്ടാ. ഇത് ആരൊക്കെയാ? വാ വാ. എവിടെ അമ്മായി? അമ്മാവനകത്തുണ്ട്, വിളിക്കാം. ദേ ഒന്നിങ്ങി വന്നേ, സിദ്ധാർത്ഥം ശ്രാവണം വന്നിട്ടുണ്ട്. മോനെ, എന്താ ഇങ്ങോട്ട് ഇറങ്ങി? പ്രധാനപ്പെട്ട ഒരു കാര്യം പറയാനാ ഞാൻ വന്നത്. വിഷ്ണുവിനെ ഞാൻ വിളിച്ചിട്ടുണ്ട്, ഇപ്പൊ വരും. വന്നല്ലോ അവൻ. എന്താ വല്യേട്ട അത്യാവശ്യമായി വീട്ടിലോട്ട് വരാൻ പറഞ്ഞേ? നീ ഇരിക്ക്. ഞാൻ വന്നത് വിഷ്ണുവിനൊരു കല്യാണക്കാര്യവുമായിട്ട്. കല്യാണമോ? മോനെ, അത് സഞ്ജുമോള് ഇവരുടെ ചെറുതിലെ പറഞ്ഞുറപ്പിച്ചതല്ലേ? പിന്നെ അത് തന്നെയാ ഞാൻ പറഞ്ഞു വന്നത്. സഞ്ജുന്റെ വിഷ്ണുവിന്റെ വിവാഹം ഉടനെ നടത്തണം. എന്താ അമ്മാവന്റെ അമ്മായിയുടെ അഭിപ്രായം? എനിക്ക് അഭിപ്രായം പറയാനാകുമോ? സഞ്ജു മോളെ ഞങ്ങളുടെ മോളെ പോലെ കാണുന്നേ. പിന്നെ അവളെ പോലെ ഒരു കൊച്ചിനെ എന്റെ മോന് കിട്ടുക എന്നത് വലിയ കാര്യം തന്നെയല്ലേ. വിഷ്ണു ഒന്നും പറഞ്ഞില്ലല്ലോ. കുട്ടികളല്ലേ ഇപ്പോ എല്ലാം തീരുമാനിക്കുന്നേ. വിഷ്ണു പറ നിന്റെ ഒപ്പീനിയൻ. സഞ്ജുവിനെ പണ്ട് എന്റെ മനസ്സുകൊണ്ട് ഭാര്യയാക്കി കഴിഞ്ഞതാവില്ലേട്ടാ. അവളെ എന്റെ ജീവിതത്തിലോട്ട് കൂട്ടിക്കൊണ്ടുവരാൻ 1000 വട്ടം സമ്മതമായിരിക്കും. എങ്കിൽ എത്രയും പെട്ടെന്ന് വിവാഹം ഉറപ്പിക്കാം. അടുത്ത മാസം നടത്താം എന്നാണ് എന്റെ തീരുമാനം. അമ്മാവൻ എന്തു പറയുന്നു? അങ്ങനെ ആയിക്കോട്ടെ സിദ്ധാർത്ഥ്. പിന്നെ മോള് പഠിച്ചുകൊണ്ടിരിക്കുവല്ലേ, പഠിത്തം കഴിയുന്നത് വരെ അവിടെ തന്നെ നിൽക്കട്ടെ. അതിനുശേഷം മോളെ ഇങ്ങോട്ട് കൊണ്ടുവന്നു. അങ്ങനെ ആയിക്കോട്ടെ മോനെ. കിച്ചു, സഞ്ജുനെ വിവാഹം ഉറപ്പിച്ചു കേട്ടൻ. എന്താ ചെയ്യ് പറയുന്നേ? അതെ കിച്ചു, 1 മാസത്തിനുള്ളിൽ കാണും. ജയ് എന്ത് പറഞ്ഞു? ഇത് നടക്കാൻ പാടില്ല ജയ്. ബട്ട് ഈ കല്യാണം നടക്കും കിച്ചു. ജയ്. അതെ കിച്ചു, ഏട്ടൻ രണ്ടും കൽപ്പിച്ച ഞാൻ വിചാരിച്ച് തടയാൻ കഴിയില്ല.
ജയ് അങ്ങനെ പറയല്ല. സഞ്ജനയ്ക്ക് ഞാൻ വാക്ക് കൊടുത്തതാ എന്തേലും സൊല്യൂഷൻ കാണാമെന്ന്. കിച്ചു, ഇത് പോസിബിൾ അല്ല. അത്രയ്ക്ക് സ്ട്രോങ് ആയി ഏട്ടന്റെ ഡിസിഷൻ. എന്താ ജയ് ഇങ്ങനെ? അവൾ നിന്റെ പെങ്ങളല്ലേ? ആ പെണ്ണിന്റെ മനസ്സ് എനിക്കറിയാം. അവളുടെ നെഞ്ച് നീറി പുകയുന്നത് എനിക്ക് കാണാൻ കഴിയും. കിച്ചു, വേണ്ട, എനിക്കൊന്നും കേൾക്കണ്ട. സഞ്ജനയെ എനിക്ക് രക്ഷിച്ചേ പറ്റൂ. ഞാൻ ഇതിന് സമ്മതിക്കില്ല. കിച്ചു നിക്ക്. അവളുടെ വിവാഹം നടക്കും. ബട്ട് അവൾ അവനോടൊപ്പം ജീവിക്കാതിരുന്നാൽ പോരെ? ജയ് എന്തേ പറയുന്നേ? എന്റെ ഏട്ടനെ എന്റെ പെങ്ങളെയും എനിക്ക് ഒരുപോലെ വിഷമിപ്പിക്കാൻ പറ്റില്ല. അതിനേതേ ഉള്ളു വഴി. വിവാഹം നടന്നാൽ ഏട്ടൻ സന്തോഷിക്കും. ആ വിഷ്ണു മോളുടെ അടുത്ത് പോലും വരാതിരുന്നാൽ എന്റെ മോളും. അതെങ്ങനെ? ഇത് പോസിബിൾ ആണോ ജയ്? പോസിബിൾ അല്ലേ? നമ്മൾ പോസിബിൾ ആക്കും. മോളെ ഇതാ പാല്. മോള് ചെല്ല്, വിഷ്ണു റൂമിലുണ്ട്. അത് ചെല്ല് മോളെ. ഇങ്ങനെയുണ്ടോ നാണം? എന്റെ ഭാര്യ വന്നോ? ഇതാ പാല്. പാലും തൈരും ഒക്കെ അവിടെ വെക്കും. നീ ഇഞ്ഞു വാ. വിഷ്ണുവേട്ട, വിഷ്ണുവേട്ട വിട്. ഇത് കൈ വിട്. വിടാനോ? നീ എന്റെ വായ്പ. ഇനി എനിക്ക് നിന്റെ അനുവാദം ഒന്നും വേണ്ട നിന്നെ തൊടാൻ. വിഷ്ണുവേട്ട പ്ലീസ്. നീ ഇപ്പോഴേ ഇങ്ങനെ യാചിക്കാതെ. കുറച്ചു കഴിഞ്ഞ് ഇതിലും ഉച്ചത്തിൽ യാചിക്കാനുള്ളതാ. എന്റെ ശരീരവും നിന്റെ ശരീരവും ഒന്നാകുമ്പോ. വിട്. വിടാനോ? അതും ഇന്നത്തെ ഈ ദിവസം. വിഷ്ണുവേട്ട പ്ലീസ്. നീ എന്റെ കൺട്രോൾ കളയും. ഈ സമയത്ത് ഇതാരാ? ഹലോ, വെളിയിൽ ഇറങ്ങി വരാനോ? എന്റെ മോൾ ഇവിടെ വെയിറ്റ് ചെയ്യും. ഏട്ടന്റെ ഫ്രണ്ട്സ് ആരോ വന്നിട്ടുണ്ട്. കൃഷ്ണേന്ദു, ഇതെന്താ ഈ കലക്കുന്നേ? മയങ്ങാനുള്ള മരുന്ന്. നീ ഇത് അവനെ കൊണ്ട് കൊടുപ്പിക്കണം. ബാക്കി നാളെ പറയാം. ഏതോ ഒരുത്തൻ മനുഷ്യനെ പറ്റിക്കാൻ വന്നേ മോളെ സഞ്ജു. വിഷ്ണുവേട്ടൻ ഈ പാല് കുടിക്കും. എന്റെ മോളുടെ മനസ്സ് മാറിയെന്ന് തോന്നുന്നല്ലോ. ഇനിതാ ബാക്കി. അത് പിന്നെ എനിക്ക് ഇഷ്ടമല്ല പാല്. ഛർദിക്കാൻ വരും. ഓക്കെ, വേണ്ടെങ്കിൽ വേണ്ട. ഇതല്ലല്ലോ മെയിൻ കാര്യം. ഒരു 5 minutes, ഞാൻ ബാത്റൂമിൽ പോയിട്ട് വരാം. ശരി ശരി. എന്റെ ദൈവമേ, മരുന്നേറ്റ് കാണുമോ? ഓ, ഉറങ്ങി. കൃഷ്ണേന്ദു, ഹലോ. ഹലോ സഞ്ജന, സെറ്റായോ? അയാൾ ഉറങ്ങി. ഇനി നീ പേടിക്കണ്ട. അയാൾ ഇനി നിന്നെ ഒന്നും ചെയ്യില്ല. ഗുഡ് നൈറ്റ്. ഗുഡ് നൈറ്റ്. മോളെ സഞ്ജന, ദാ ഈ ചായ അവന് കൊണ്ട കൊടുക്ക. അത് ചെല്ല് മോളെ. എന്തൊരു കഷ്ടായത്. വീണ്ടും അങ്ങനെയുടെ മുന്നിൽ ചെല്ലണമല്ലോ. വിഷ്ണുവേട്ട, ദാ ചായ. ഇന്നലെ നീ എന്താ എനിക്ക് കലക്കി തന്നത്? എന്റെ ദൈവമേ, ഇങ്ങനെങ്ങനെ അറിവ്? അത് ഒന്നും കലക്കിയില്ല. ഇല്ലേ? എന്റെ ഭാര്യയ്ക്ക് ഒന്നുകൂടി സൗന്ദര്യം കൂടിയല്ലോ. അവിടെ നിക്ക്. എവിടായി പോകുന്നേ? എനിക്ക് കോളേജിൽ പോകണം. കല്യാണം ഇന്നലെ അങ്ങോട്ട് കഴിഞ്ഞല്ലേ ഉള്ളൂ. അപ്പോഴേക്കും പഠിക്കാൻ എത്ര ധൃതിയോ? ഇന്നെന്തായാലും നീ പോകണ്ട. എന്താ മോളെ, എന്ത് പറ്റി? അമ്മായി, വിഷ്ണുവായിട്ട് തന്നെ എനിക്ക് ഇഷ്ടമല്ല എന്നെ തൊടുന്നത്. എനിക്ക് പേടിയാ.
മോൾ എന്തിനാ പേടിക്കുന്നേ? അവൻ മോളുടെ ഹസ്ബൻഡ് അല്ലേ? ഹസ്ബൻഡ് അങ്ങനെയൊക്കെയാ. മോൾക്ക് അറിയാത്തത് കൊണ്ടാ. അവന്റെ ഇഷ്ടത്തിന് മോൾ അങ്ങ് നിൽക്ക്, അപ്പൊ എല്ലാം ശരിയാകും. സഞ്ജന, എന്തു പറ്റി? അത് അയാൾ അവൻ അങ്ങനെ ചെയ്തോ? ശരിയാക്കാം, നീ പേടിക്കണ്ട. അയാൾ നിന്നെ ഇനിയൊന്നും ചെയ്യില്ല. ഹരി സർ എന്നാ വരുന്നേ? നീ സാറിനോട് പറഞ്ഞോ? എന്നെ വന്ന് കൊണ്ടുപോകാൻ പറ, എനിക്ക് അവിടെ നിൽക്കണ്ട. സഞ്ജന, താൻ ഇനി ഇങ്ങനെ പാവമായിരിക്കില്ല. ബി ബോൾഡ്. നിനക്കിഷ്ടമല്ലാതെ നിന്നെ ആര് തൊട്ടാലും, അത് നിന്റെ ഹസ്ബൻഡ് ആയാലും, നീ അതിന് സമ്മതിക്കരുത്. വിഷ്ണു, നീ ഒന്നിങ്ങി വന്നേ. നീ നിന്റെ പഴയ സ്വഭാവം എടുക്കുവാണോ? എന്താ അമ്മ? ആ പെണ്ണോട് നീ എന്താ ചെയ്തേ? അത് അവൾ എന്റെ അടുത്ത് പോലും വരുന്നില്ല. അതിന്? ഈ പെണ്ണൊരു കൊച്ചു പെണ്ണല്ലേ, അവൾക്ക് എന്തറിയാനാടാ? നീ കണ്ട പെൺപിള്ളാരുടെ കൂട്ടല്ല ഇവൾ. എല്ലാം ഒന്ന് മയത്തിൽ വേണം. ഈ പെണ്ണ് എങ്ങനെയും പ്രഗ്നന്റ് ആയ നമ്മുടെ കാര്യം നടന്നു. ആ സിദ്ധാർത്ഥിന് പ്രോപ്പർട്ടീസ് എല്ലാം ഇവക്കാം. നിന്റെ കുഞ്ഞ് ഇവളുടെ വയറ്റിലായ പിന്നെ ഉറപ്പിച്ചു, സ്വത്തെല്ലാം നമുക്ക് സ്വന്തം. അതുകൊണ്ട് പെണ്ണിനെ തഞ്ചത്തിൽ മയക്കി എടുക്കണം. കേട്ടോ പറഞ്ഞത്? ശരി ശരി. സഞ്ജു, താൻ പേടിക്കണ്ട, തന്നെയൊന്നും ചെയ്യില്ല ഞാൻ. താൻ എന്തിനാ ഈ ഗസ്റ്റ് റൂമിൽ കിടക്കുന്നേ? വാ, എന്റെ റൂമിൽ കിടക്കാം. വേണ്ട, ഞാൻ ഇവിടെ കിടന്നോളാം. ഓക്കെ, തന്റെ ഇഷ്ടം. മോളെ സഞ്ജു. ജയേട്ടാ, എനിക്ക് വീട്ടിൽ പോണം, എന്നെ കൊണ്ടുപോയേട്ടാ. മോള് കരയാതെ, മോളെ കൊണ്ടുപോകാനാ വന്നേ. ജി, നീ എന്താ പറയുന്നേ? എന്താടാ, നീ കൂടുതൽ സംസാരിക്കല്ലോ. മതി എന്റെ മോളുടെ അടുത്ത വാസം. എന്താ സഞ്ജയ്, എന്ത് പറ്റി? ഒന്നും പറ്റിയില്ല. മോൾക്ക് കോളേജിൽ പോകണ്ടേ? സെക്കൻഡ് ഇയറിന്റെ ക്ലാസ് തുടങ്ങി, അതുകൊണ്ട് മോളെ കൊണ്ടുപോകാൻ വന്നതാ. അത് ജയ്, എന്താ അമ്മായി അന്ന് കല്യാണത്തിന് മുന്നേ പറഞ്ഞത് മറന്നുപോയോ? വാ മോളെ. അതിനുശേഷം സഞ്ജന ഏട്ടന്മാരുടെ കൂടെ വലിയേട്ടൻ ഇതൊന്നും അറിയില്ല. കിച്ചു, ഞാനൊന്ന് കിടക്കട്ടെ. ഏട്ടാ, സഞ്ജന, നീ എന്താ എന്നോട് ഇത് പറയാഞ്ഞേ? ഒരു സൂചന പോലും എനിക്ക് നീ തന്നില്ലല്ലോ. സഞ്ജന, ഇപ്പോൾ നിനക്ക് ഇതെല്ലാം അനുഭവിക്കേണ്ടി വന്നില്ലേ? എന്നോടൊരു വാക്ക് പറഞ്ഞിരുന്നേ, നിന്റെ ഏട്ടന്റെ വാശിക്ക് നിന്നെ ബലിയാടാക്കാൻ ഞാൻ സമ്മതിക്കില്ലായിരുന്നല്ലോ. ഈ ഹാരി നിന്നെ രക്ഷിക്കുമായിരുന്നല്ലോ സഞ്ജന. സഞ്ജന, ഞാൻ അറിയാതെ പോയല്ലോ നിന്റെ സ്നേഹം. ഹസ്ബൻഡ്. സഞ്ജു, കാറിൽ കയറും. കയറാൻ. വിഷ്ണുവേട്ടാ, ഇത് എങ്ങോട്ടാ പോകുന്നേ? ഹണിമൂണിന്.